ഹലോ, നമുക്ക് ഇച്ചിരി കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ചുക്ക് എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത മിശ്രിതവും 1 ഗ്ലാസ് വെള്ളവും കൂടെ വെച്ച് അടുപ്പത്ത് വെച്ച് ഒന്ന് തിളപ്പിക്കുക. തിളച്ച് അതിൻ്റെ കടുപ്പെല്ലാം ഇളകി കഴിയുമ്പോഴത്തേനും നമുക്ക് അതിനകത്ത് 1.5 ടീസ്പൂൺ തേയിലപ്പൊടിയും കൂടി ഇട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുക. വീണ്ടും ഒരു 5-10 സെക്കൻഡ് അതൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ചതിന് ശേഷം കടുപ്പെല്ലാം നല്ലതായിട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനും നമുക്ക് അതിനകത്തോട്ട് 1 ഗ്ലാസ് പാൽ ഒഴിക്കുക. ഇത് പാലും വെള്ളവും കൂടെ മിക്സ് ചെയ്തതാണ്. അത് ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് 1 സെക്കൻഡ് ഒന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് തിളപ്പിക്കും. ചെറിയ തീയിലിട്ടൊന്ന് തിളപ്പിക്കും. തിളച്ച് തൂകാൻ അനുവദിക്കരുത്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേന് സ്റ്റൗ ഓഫ് ചെയ്ത് വീണ്ടും 1-2 സെക്കൻഡ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. വീണ്ടും നമുക്കത് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും 2 പ്രാവശ്യം ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും അത് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് 2 പ്രാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നല്ല ഗ്ലാസ്സിനകത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അടിച്ചെടുക്കാം. മധുരം ഇഷ്ടമുള്ളവർക്ക് മധുരം ഇടാം. ഞാനിപ്പോൾ മധുരം ഇടുന്നില്ല. അതാണ് നമ്മുടെ സ്വാദിഷ്ടമായ മസാല ടീ എല്ലാവരും തയ്യാറാക്കി നോക്കണേ. ഓക്കെ, ബൈ.